ഭരണകൂടത്തിന്റെ ടൈറണിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. എക്സസീവ് ആയിട്ടുള്ള കൺട്രോളും എക്സസീവ് ആയിട്ടുള്ള അടിച്ചമർത്തലും ജനങ്ങളുടെ മുകളിൽ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് ഹലോ എവ്രിവൺ, വെൽക്കം ടു എൻട്രി. ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈയിടെ ആയിട്ട് PSCയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തരികയും ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഓപ്ഷൻസിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതൊരു ടോപ്പിക് വൈസോ അതല്ലെങ്കിൽ സെക്ഷൻ വൈസോ ഒന്നും ആയിരിക്കില്ല. വളരെ റാൻഡം ആയിട്ട് എല്ലാ ഏരിയാസിൽ നിന്നുമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റൈറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രീആംബിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിളിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. Preamble is an integral part of the Constitution and can be amended under Article 368. Okay. Statement number 2. The words socialist and secular were added by the 42nd Amendment Act. Okay. The preamble is not enforceable by courts, but it provides a key to understanding the Constitution. And fourth one, it mentions economic justice, but not political justice. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് റൈറ്റ് ആൻസർ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഞാൻ ഓൾറെഡി അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, നിങ്ങളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾക്ക് ആ ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പകരം ആ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും അനലൈസ് ചെയ്യുക, അതിനെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. Preamble is an integral part of the Constitution and can be amended under Article 368. ആണോ അല്ലയോ? അതെ എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോർട്ട് പറയുന്നത്. ഏത് കേസിൽ പറയുന്നത്? കേശവാനന്ദ ഭാരതി കേസിന്റെ സമയത്ത് 1973 വളരെ പ്രധാനപ്പെട്ട കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. നമുക്കറിയാം ദ കേസ് വിച്ച് സേവ്ഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കേസാണ് എന്ത്? കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിന്റെ സമയത്ത് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയാമ്പിളിനെ ആർട്ടിക്കിൾ 368 പ്രകാരം എന്ത് ചെയ്യാനും സാധിക്കും? അമെൻഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ദ വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ വർ ആഡഡ് ബൈ ദ 42nd അമെൻമെന്റ് ആക്ട്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇങ്ങനെ പോകുന്ന നമ്മളുടെ ഭരണഘടനയുടെ ആ ചില കീവേഡ്സ് ഉണ്ട് അല്ലെ, അതിൽ 2 വാക്കുകൾ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും ഇത് 42nd അമെൻമെന്റ് ആക്ട് വഴി നമ്മൾ കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, മറ്റൊരു വാക്ക് കൂടെ നമ്മൾ 42nd അമെൻമെന്റ് ആക്ട് വഴി കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു. അത് ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കായിരുന്നു. അവസാനം fraternity, assuring the dignity of the individual and unity and integrity of the nation എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇന്റഗ്രിറ്റി എന്നുള്ള ഒരു വാക്ക് കൂടെ നമ്മൾ 42nd അമെൻമെന്റ് ആക്ട് വഴി എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 is also true. Okay, the preamble is not enforceable by courts, but it provides a key to understanding the Constitution. Okay, preamble enforceable അല്ല. എൻഫോഴ്സബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, നമ്മുടെ ഭരണഘടന പാർട്ട് 3 ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, അത് എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിൽ നേരിട്ട് പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എൻഫോഴ്സ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പക്ഷേ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ കോർട്ടിൽ പോയിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല. അത് നമ്മൾ നോൺ ജസ്റ്റിഷ്യബിൾ എന്നുകൂടെ പറയാറുണ്ട്. ഒന്നുകിൽ നോൺ എൻഫോഴ്സബിൾ എന്ന് പറയാം, അതല്ലെങ്കിൽ നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ എന്നാണ് പറയുന്നത്. അതെ, പ്രിയാമ്പിൾ എന്തല്ല? നോൺ ജസ്റ്റിഷ്യബിൾ പാർട്ടാണ്. അത് ജസ്റ്റിഷ്യബിൾ അല്ല, എൻഫോഴ്സബിൾ അല്ല. ഓക്കെ, ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ കീ ടു അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. യെസ്, അത് പല കേസുകളുടെ വിധിന്യായത്തിന്റെ സമയത്ത് സുപ്രീം കോർട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത്, ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചസ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗൈഡിംഗ് ലൈറ്റ് ആയിട്ട് ബേസിക്കലി ആക്ട് ചെയ്യുന്നത് പ്രിയാമ്പിൾ ആയിരിക്കുമെന്ന് പലതവണ സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്? വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് മെൻഷൻസ് എക്കണോമിക് ജസ്റ്റിസ് ബട്ട് നോട്ട് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഓക്കെ, നമ്മുടെ ഭരണഘടന ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic.
ആൻഡ് ടു എൻഷുർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ ജസ്റ്റിസ്. എന്തൊക്കെ ജസ്റ്റിസ് ആണ് പറയുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓക്കെ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, 3 തരത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, 3 തരത്തിലുള്ള ജസ്റ്റിസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിയാമ്പിൾ ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 എന്താണ്? റോങ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1, 2 and 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു ക്വസ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട്, ഓക്കെ, എന്തുകൊണ്ട് ശരിയായി, എന്തുകൊണ്ട് അത് തെറ്റാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, with respect to the reorganization of states in India, consider the following statements. സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്നും അതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഗിവൺ അബോവ് ഈസ് ഓർ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1 ആണ് ആർട്ടിക്കിൾസ്. ഓക്കെ, പാർട്ട് 1 നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സോ Parliament can form a new state by separating a territory from any state or by uniting 2 or more states or part of states. ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തോ, സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തോ, ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കേന്ദ്രത്തിന് എന്ത് ചെയ്യാം? കേന്ദ്രം എന്നുള്ള സെൻസിൽ പറഞ്ഞാൽ പാർലമെന്റ് ഒരു നിയമം വഴിയാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനങ്ങളെ ഇത്തരത്തിൽ രൂപീകരിക്കുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും. ഓക്കെ, അതിനുള്ള സർവ്വ അധികാരങ്ങളും ഇന്ത്യൻ ഭരണഘടന പാർലമെന്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ്ഫുള്ളി പറയാറ്, ഓക്കെ, ഇന്ത്യ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു യൂണിയൻ, അതിലെ എപ്പോൾ വേണമെങ്കിലും തകർക്കാൻ പറ്റുന്ന യൂണിറ്റുകളാണ് സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയാറുണ്ട്. അതിന് കാരണം ഇതാണ്. ഓക്കെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല. പക്ഷേ ആ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാനും അതിർത്തികളുടെ പേരുകൾ മാറ്റം വരുത്താനും തുടങ്ങിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും പാർലമെന്റിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. എ ബിൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് can be introduced in parliament only with the prior recommendation of the president. Okay, ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് പ്രസിഡന്റിന്റെ പ്രയോർ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതിന് ആരുടെ പ്രയോർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രയോർ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. The Constitution provides for a specific procedure for changing the name of a state. Okay, ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിന് ഇന്ത്യൻ ഭരണഘടന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, ലൈക്ക് നമ്മൾ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 വളരെ എലാബറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വളരെ എലാബറേറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ടെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആർട്ടിക്കിൾ 3 പറയുന്ന ആ കാര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ജനറൽ ആയിട്ട് സ്റ്റേറ്റിന്റെ മുകളിൽ എന്തും ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് കൊടുത്തിരിക്കുന്ന അതേ ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് തന്നെയാണ് സംസ്ഥാനങ്ങളുടെ എന്തും മാറ്റുന്നത്, പേരിനകത്ത് മാറ്റം വരുത്തുന്നത്. സോ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. Article 3 empowers Parliament to increase or diminish the area of any state. Of course, obvious ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു indestructible union of destructible states. എങ്ങനെ വേണമെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമുണ്ട്. So Article 4 is also right. So 1, 2 and 4 are the right answers. Option B ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. Okay. So moving to the third question. Okay. The right to privacy is an integral part of Article 21. which is based on which of the following? ഓക്കെ, നോക്കാം. ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്, അല്ലെ? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഏറ്റവും അധികം ഇൻഹറന്റ് റൈറ്റ്സ് ഉള്ള, അതായത് എക്സ്പ്ലിസിറ്റ്ലി വേർഡ്സിൽ ഭരണഘടനയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത
അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 21 ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് റൈറ്റ്സ് നമുക്കുണ്ട്. അതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇംപ്ലിസിറ്റ് റൈറ്റുകളുണ്ട്. അത്തരം ഒരു റൈറ്റ് ആണ് നമ്മളുടെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. റീസെന്റ് ടൈംസിലാണ് നമുക്ക് സുപ്രീം കോർട്ട് അങ്ങനെ ഒരു റൈറ്റ് ആർട്ടിക്കിൾ 21 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ്. Statement number 1, the right to privacy is not explicitly mentioned in the Constitution. Not explicitly mentioned in the Constitution എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇംപ്ലിസിറ്റ് റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 21 ഒളിഞ്ഞിരിക്കുന്ന റൈറ്റ് ആണ് എന്ത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ദ ഗരക് സിംഗ് കേസ്. ഓക്കെ, ഈ ഗരക് സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യം, റെക്കഗ്നൈസ്ഡ് എന്നാണെങ്കിൽ തെറ്റാണ്. പക്ഷേ ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കസ്ഡ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണെങ്കിൽ അത് റൈറ്റ് ആയിരിക്കും. കാരണം ഈ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് സുപ്രീം കോടതിന്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ബേസിക്കലി ഗരക് സിംഗ് കേസിന്റെ സമയത്താണ്. പക്ഷെ അന്ന് അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത്. സോ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഗരക് സിംഗ് കേസിന്റെ സമയത്ത് റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇംപ്ലിസിറ്റ് ഇൻ ആർട്ടിക്കിൾ 21 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 2 ഈസ് റോങ്. The Supreme Court in the Puttaswamy case, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡിക്ലെയർഡ് ഇറ്റ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ജസ്റ്റിസ് KS Puttaswamy, ഓക്കെ, ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് KS Puttaswamy. അദ്ദേഹമാണ് നമ്മുടെ ആധാർ ബില്ലുമായി ബന്ധപ്പെട്ട്, ഓക്കെ, ആധാറിന്റെ ആ ഒരു ബയോമെട്രിക് ഡാറ്റ സ്വീകരിക്കുന്നതുമായി എല്ലാം ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ ഒരു കേസ് പോവുകയും ആ കേസിന്റെ വേർഡിക്റ്റിന്റെ ഭാഗമായിട്ട്, ഓക്കെ, ആർട്ടിക്കിൾ 21 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രൈവസി എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റൈറ്റ് ടു പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറയുമ്പോൾ തന്നെയും അത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്നും സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റിന് എന്താ പറയുക, ഉചിതമായ നിയമങ്ങൾ വഴി ആ റൈറ്റ് ടു പ്രൈവസിയിലേക്ക് എന്ത് ചെയ്യാം, ഇൻട്രൂഡ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഓക്കെ, റൈറ്റ്ഫുള്ളി, ഓക്കെ, വിത്ത് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൂഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, പക്ഷെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നും പറഞ്ഞിട്ട് എനിഹൗ അത് അഡീഷണലി പറഞ്ഞു എന്ന് മാത്രം. പുട്ടസ്വാമി കേസിന്റെ സമയത്താണ് അത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 and 3 ആർ ട്രൂ. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസ് ആണ് റൈറ്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൻസ് ആൻഡ് നോട്ട് ടു ഫോറിനേഴ്സ്? ഓക്കെ, കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു ലിസ്റ്റ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രം ഉള്ളതാണ്, ഫോറിനേഴ്സിന് ഒരിക്കലും അവൈലബിൾ അല്ലാത്ത റൈറ്റ്സ് ആണ്. ഓക്കെ, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു സെൻസിൽ ആലോചിച്ചാൽ മതി. ഒരു ഫോറിനർ ആണ്, ഇന്ത്യയിലാണ്, ഇന്ത്യയുടെ ടെറിട്ടറിക്ക് അകത്താണ് നിൽക്കുന്നത്. അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്ന് നമ്മളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ മതി. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഓക്കെ, ഇന്ത്യയുടെ ടെറിട്ടറിക്ക് അകത്തുള്ള എല്ലാവർക്കും, ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് നാഷണാലിറ്റി, നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കൊടുക്കണോ? കൊടുത്താൽ പണി കിട്ടും. കാരണം അതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ തരത്തിലും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വെറുതെ വാഗൊണ്ട് പറയുന്ന സാധനങ്ങൾ മാത്രമല്ല, അല്ലെ? ആർട്ടിക്കിൾ 19 അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, നമ്മളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, റെസിഡൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫ്രീ മൂവ്മെന്റും ഫ്രീ റെസിഡൻസും ഒക്കെ നമുക്ക് ഫോറിനേഴ്സിന് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഈസ് ലിമിറ്റഡ് ടു ഇന്ത്യൻ സിറ്റിസൻസ് ഓൺലി. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ, അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. കാരണം നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് നോക്കുന്നത്? ഓക്കെ, ജസ്റ്റിസ് ആണ് നോക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് ഇറ്റ് ട്രാൻസെൻഡ്സ് ദ ബൗണ്ടറി, അല്ലെ? അത് രാജ്യങ്ങളുടെ അതിർത്തികൾക്കും നാഷണാലിറ്റികൾക്കും ഒക്കെ മുകളിൽ വരുന്ന ഒന്നാണെന്ത്? ഓക്കെ, ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിയമത്തിന് മുന്നിൽ ഈക്വൽ ആവുക എന്നുള്ളത്, ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാവരും നിയമങ്ങൾ അനുസരിക്കണം. ഇന്ത്യയിലെ എല്ലാവരും, ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്തുള്ള എല്ലാവരും ഒരുപോലെ നിയമങ്ങൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അത് ഫോറിനേഴ്സ് ആണെങ്കിലും അനുസരിക്കണം. അപ്പോൾ ഈ റൈറ്റ് ആർക്ക് അവൈലബിൾ ആണ്? അത് ഫോറിനേഴ്സിന് അവൈലബിൾ ആണ്.
റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല, അതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് ആണ്. നമ്മൾ റൈറ്റ്സിനെ ഇങ്ങനെ ഒരു എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് എന്ത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അത് യൂണിവേഴ്സലി അവൈലബിൾ ആവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, യൂണിവേഴ്സലി അവൈലബിൾ ആവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതും ആർക്ക് അവൈലബിൾ ആണ്? ഫോറിനേഴ്സിന് അവൈലബിൾ ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ സിറ്റിസൺസിനെ, ഓക്കെ, ഇന്ത്യയിലെ കൾച്ചേഴ്സിന്, ഡിഫറെന്റ് കൾച്ചേഴ്സിന്, അതിപ്പോൾ മൈനോറിറ്റി കൾച്ചേഴ്സ് വരാം, ഓക്കെ, ലാംഗ്വേജ് ഗ്രൂപ്പുകൾ വരാം, അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ പറയുന്ന കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള പല പ്രൊവിഷൻസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് എക്സ്ക്ലൂസീവായിട്ട് ആർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്? നമ്മളുടെ ഇന്ത്യക്കാർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ 1 and 4 ആണ്, ഓക്കെ, ഇന്ത്യക്കാർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് ലോജിക്കലി അനലൈസ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ, ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 15 ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. 16 ഓക്കെ, പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ഇന്ത്യക്കാർക്ക് മാത്രം. ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടുള്ള അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, റെസിഡൻസ്, പ്രൊഫഷൻ, ഇങ്ങനെയുള്ള 5 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഇന്ത്യക്കാർക്ക് മാത്രം അവൈലബിൾ ആണ്. 29 പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചർ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, സോ 15, 16, 19, 29, 30. ഓക്കെ, ഈ 5 ആർട്ടിക്കിളുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, again another question with regard to fundamental duties. Okay, they were added to the constitution by the 44th amendment act. Okay, adu shuddha tettanennu namukku ariyam. Okay, they were added to the constitution by way of the 42nd amendment act of 1976. 1976 42ാം ഭരണഘടനാ ഭേദഗതി, the mini constitution എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഡ്യൂറിങ് എമർജൻസി, ഓക്കെ, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി എനാക്ട് ചെയ്ത ആ ഒരു അമെൻമെന്റ്. ഓക്കെ, ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ആ എമർജൻസിയുടെ സമയത്താണ് അലോങ് വിത്ത് ദ റൈറ്റ്സ്, ഓക്കെ, പീപ്പിൾ ഷുഡ് ബി അവെയർ ഓഫ് ദെയർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു ചർച്ച രാജ്യത്ത് വരുന്നതും. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുകയും ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ പുതിയൊരു പാർട്ട് 4A നമ്മുടെ ഭരണഘടനയ്ക്കകത്തേക്ക് കൂട്ടിച്ചേർത്ത് അതിന്റെ ഭാഗമായിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് 44th അമെൻമെന്റ് ആക്ട് വഴിയല്ല, 42nd അമെൻമെന്റ് ആക്ട് വഴിയാണ്. ഓപ്ഷൻ നമ്പർ 1 ഈസ് റോങ്. ദേ ആർ നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. ട്രൂ ആണ്. ഓക്കെ, ബോത്ത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് രണ്ടും എന്താണ്? ഓക്കെ, നോൺ ജസ്റ്റിഷ്യബിൾ പാർട്ടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നോൺ എൻഫോഴ്സബിൾ അല്ലെങ്കിൽ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഓക്കെ, ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതല്ലെങ്കിൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ നമ്പർ 2 ഈസ് ട്രൂ. ദ ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടി ഈസ് എക്സോസ്റ്റീവ്. ഓക്കെ, എക്സോസ്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി വളരെ വലുത് എന്നുള്ളതല്ല, ഒരു കംപ്ലീറ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് അല്ല. ആക്ച്വലി നമ്മൾ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്യൂട്ടീസ് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, ഓക്കെ, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം, ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഓരോ പാരന്റിന്റെയും ഡ്യൂട്ടിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തതാണ്, പിന്നീട് ആഡ് ചെയ്തതാണ് ഭരണഘടനാ ഭേദഗതി വഴി. ഓക്കെ, 86th അമെൻമെന്റ് ആക്ട് വഴി നമ്മൾ എന്ത് ചെയ്തതാണ്, ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് അല്ല. ഇനിയും നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ 3 എന്താണ്, റോങ് ആണ്. Okay, they were recommended by Soren Singh committee that we have already discussed. Okay, 4 true ആണ്. Okay, so option number 2 and 4 ആണ് അവിടെ true statements ആയിട്ട് വരുന്നത്. 2ഉം 4ഉം ആണ് true statements ആയിട്ട് വരുന്നത്. Okay, next, doctrine of separation of powers in India is not a rigid one.
ഓക്കെ, ദിസ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളെ ഭരണകൂടത്തിന്റെ ആർബിട്രറിനെസ്സിൽ നിന്ന്, ആ ഭരണകൂടത്തിന്റെ ടൈറണിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. എക്സസീവ് ആയിട്ടുള്ള കൺട്രോളും എക്സസീവ് ആയിട്ടുള്ള അടിച്ചമർത്തലും ജനങ്ങളുടെ മുകളിൽ വരാൻ പാടില്ല. ദാറ്റ് മീൻസ് പവർ എന്താവരുത്, ഒരു പോയിന്റിൽ കൂടി നിൽക്കരുത്. ഇപ്പം നമ്മുടെ ഒരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ഫിലോസഫർ ആയിട്ടുള്ള ലോർഡ് ആക്ടന്റെ ഒരു വാക്യമുണ്ട്. ഓക്കെ, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഓക്കെ, അധികാരം നിങ്ങളെ കറപ്റ്റ് ചെയ്യും. അത് അമിതമായിട്ടുള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള അധികാരമാണെങ്കിൽ യു വിൽ അബ്സല്യൂട്ട്ലി ബി കറപ്റ്റഡ്. ഈ കറപ്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ അഴിമതി എന്നുള്ള സെൻസിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഭരണകൂടത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭീകരതയാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ പവർ എന്ത് ചെയ്യരുത്, ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കരുത്. ഓക്കെ, അപ്പൊ അതിന് നമ്മളെ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭരണഘടനയ്ക്കകത്ത് അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് പവേഴ്സ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് വേർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ? ഓക്കെ, ഗവൺമെന്റുകളെ വേരിയസ് ലെവൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഗവൺമെന്റിനെ വേരിയസ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അറ്റ് ദ ടോപ്പ് വി ഹാവ് എ യൂണിയൻ ഗവൺമെന്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. അതിന് താഴെ നമുക്ക് എന്തുണ്ട്, വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട് അല്ലെ, നമുക്ക് ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്. ആൻഡ് അതിനും താഴെ നമ്മൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം എന്ന് വിളിക്കുന്ന എന്ത് വരുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മുനിസിപ്പാലിറ്റികളും ഒക്കെ പോലെയുള്ള തേർഡ് ടയർ ഓഫ് ഗവൺമെന്റും ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതിനർത്ഥം എന്താണ്, ആ അധികാരത്തെ നമ്മൾ 3 ലെവലുകളായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ഡിവിഷൻ ഓഫ് പവർ. ഓക്കെ, ഇനി നമുക്കൊരു ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെപ്പറേഷൻ ഓഫ് പവർ. ഓക്കെ, അവിടെ ഈ ഓരോ ഗവൺമെന്റിനെയും നമ്മൾ 3 ഓർഗൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഓരോ ഗവൺമെന്റിനെയും 3 ഓർഗൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതാണ് ഒരു ഗവൺമെന്റ് ഡെലിവർ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ഓക്കെ, ലെജിസ്ലേച്ചർ അതല്ലെങ്കിൽ ലോ മേക്കിംഗ്, എക്സിക്യൂട്ടീവ് ആ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ, ആ നിയമങ്ങളിലെ പ്രൊവിഷൻസ് നടപ്പിലാക്കുക. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുക. ജുഡീഷ്യറി ആ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണെന്നും ഓക്കെ ആ എക്സിക്യൂട്ടീവ് എടുക്കുന്ന ആക്ഷൻസ് ദാറ്റ് ഈസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോക്ക് അനുസരിച്ചാണെന്നും ഉറപ്പുവരുത്തുകയും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഏജൻസിയാണ് എന്ത്, ജുഡീഷ്യറി എന്ന് പറയുന്നത്. സോ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 ഓർഗൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എഗെയിൻ അധികാരം എന്ത് ചെയ്യാണ്, 3 ഓർഗൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ബേസിക്കലി ഒറിജിനേറ്റ് ചെയ്യുന്നത് USA-ലാണ്. ഓക്കെ, ആസ് വിത്ത് മെനി ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമുക്ക് അതിന്റെ ഒറിജിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്നായിരിക്കും അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഇവിടെ ഈ സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ളതും അമേരിക്കയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ലെജിസ്ലേച്ചർ എന്നും എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും എക്സ്ട്രീംലി എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ജുഡീഷ്യറി ഓൺ ദി അതർ. ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് ഓക്കെ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദ സ്റ്റേറ്റ് ഷാൾ ട്രൈ ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. എക്സിക്യൂട്ടീവുമായിട്ടും ലെജിസ്ലേച്ചറുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ ലെജിസ്ലേച്ചറിലേക്കും എക്സിക്യൂട്ടീവിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്കെ ഇതൊരു സെപ്പറേഷനേക്കാൾ കൂടുതൽ ഓവർലാപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലെജിസ്ലേച്ചർ, ലോ മേക്കിംഗ് ബോഡി, പാർലമെന്റ് നമുക്ക് എടുക്കാം. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് അതാരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി ചീഫ് മിനിസ്റ്റർ. ഇവർ എവിടുത്തെ അംഗങ്ങളാണ്? അവർ അതേ ലെജിസ്ലേച്ചറിലെ അംഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷന് പകരം ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ കഴിയുന്നത്ര
കോഓർഡിനേഷനിലും കോഓപ്പറേഷനിലും മുന്നോട്ട് പോയി ഓക്കെ ഓരോ ഓർഗനും ഭരണഘടന അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഫിയറിനകത്ത് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് കൂടെ. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ആർക്ക് അക്കൗണ്ടബിൾ ആണ്? ലെജിസ്ലേച്ചറിന് അക്കൗണ്ടബിൾ ആണ്. പാർലമെന്റിൽ മജോറിറ്റി ഉള്ളിടത്തോളം കാലമേ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റൂ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഇവർ രണ്ടുപേരും നിലവിട്ടിട്ടുള്ള എന്തെങ്കിലും കളി കളിച്ചാൽ ജുഡീഷ്യറിക്ക് ഇടപെടാൻ പറ്റും. ഇനി ജുഡീഷ്യറിയുടെ ജഡ്ജസ് നല്ല രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ നല്ല രീതിയിലല്ല ഭരണഘടനാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഇംപീച്ച്മെന്റ് വഴി പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പുറത്താക്കാം. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത്? ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, സോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് നോക്കാം. ദ പ്രസിഡന്റ്സ് പവർ ടു ഇഷ്യൂ ഓർഡിനൻസസ്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ റിജിഡ് അല്ല എന്നുള്ളതിന്റെ തെളിവുകളാണ്. യെസ്, ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് നിയമം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് അല്ലേ. പാർലമെന്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളുടെ പേരാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലോ മേക്കിംഗ് ആണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? എക്സിക്യൂട്ടീവിന്റെ തലവനാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ത് ജോലി ചെയ്യുന്നു? ലെജിസ്ലേച്ചറിന്റെ ജോലി ചെയ്യുന്നു. സോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർലാപ്പിംഗ്. അപ്പൊ ഇത് ട്രൂ ആണ്, അതിനുള്ള തെളിവാണ്. സുപ്രീം കോർട്ട്സ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, സുപ്രീം കോർട്ടിന്റെ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം. ഓക്കെ, അത് അഗെയിൻ എന്തിനെയാണ് റിവ്യൂ ചെയ്യുന്നത്? ഓക്കെ, ഈ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെ ആര് റിവ്യൂ ചെയ്യാണ്? സുപ്രീം കോർട്ട് റിവ്യൂ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആ നിയമത്തിന് ഒന്നുകൂടെ സുപ്രീം കോർട്ട് എന്ത് ചെയ്യാണ്? റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതും ട്രൂ ആണ്. ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു ഇംപീച്ച് ദ പ്രസിഡന്റ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, എഗെയിൻ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആ ഒരു ഓവർലാപ്പിംഗ് ഫംഗ്ഷനും ചെക്സ് ആൻഡ് ബാലൻസസിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3. ഓക്കെ, ദ ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ക്യാബിനറ്റ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ആ ക്യാബിനറ്റ് സിസ്റ്റം ആർക്ക് റെസ്പോൺസിബിൾ ആണ്? ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആണ്, പാർലമെന്റിന് റെസ്പോൺസിബിൾ ആണ്. 4. ഓക്കെ, അപ്പൊ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓക്കെ, സെപ്പറേഷൻ ഓഫ് പവർ ഇന്ത്യയിൽ വീക്ക് സെപ്പറേഷൻ ഓഫ് പവർ ആണ്, റാദർ ഓവർലാപ്പിംഗ് ആണ് എന്നുള്ളതിന്റെ എവിഡൻസ് ആയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. നോക്കാം. The president is elected by an electoral college consisting of elected members of both houses of parliament and the elected members of the legislative assemblies of the state. നമുക്കറിയാം electoral college, okay, proportional representation by means of a single transferable vote. ഇതൊക്കെയാണ് നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം. സോ ആ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ഓൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. The value of the vote of an MLA is uniform across all states. തെറ്റാണ്. ഓക്കെ, വോട്ട് വാല്യൂ ഓഫ് MLA എന്ന് പറയുന്നത് എന്തെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും ഈക്വൽ അല്ല. അത് ഓരോ സംസ്ഥാനത്തെയും പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് എന്ത് വരുന്നുണ്ടായിരിക്കുക. സോ അത് തെറ്റാണ്. ഓക്കെ, ദ പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ഇംപീച്ച്മെന്റ് ഫോർ എ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ദ ഓൺലി ഗ്രൗണ്ട്, ഓക്കെ, പ്രസിഡന്റിനെ ആ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരേ ഒരു ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അത് പാർലമെന്റിൽ ആണ് ആ ഒരു ഇംപീച്ച്മെന്റ് നടപടി ഉണ്ടാവുക. അതിനുശേഷം പ്രസിഡന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ഓൾസോ കറക്റ്റ്. സോ ഓപ്ഷൻ എ 1 and 3 ഓൺലി ആണ് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രസിഡന്റ് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. ഡെഫിനറ്റ്ലി ട്രൂ ആണല്ലോ. ഇന്ത്യ ഒരു എന്താ പറയാ ഇലക്ട്രൽ പോപ്പുലർ വോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മളുടെ ഇലക്ഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റ് ജയിക്കും. ഓക്കെ, അതിനെ നമ്മൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്നുള്ള പേരിലാണ് വിളിക്കുക. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്, അതല്ലെങ്കിൽ മെജോറിറ്റി വോട്ടിംഗ് എന്നും പറയും. ഓക്കെ, 2 കാൻഡിഡേറ്റ്സ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഒരു വോട്ട് കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് ആ വ്യക്തി എന്ത് ചെയ്യും? ജയിക്കും. ഓക്കെ, അത് ജയിക്കും. ഇങ്ങനെ ഏത് പാർട്ടിക്കാണോ അതല്ലെങ്കിൽ ഏത് കോയലിഷനാണോ ഏറ്റവും കൂടുതൽ MLA മാരുള്ളത് അവരെ നമ്മൾ മെജോറിറ്റി പാർട്ടി എന്ന് പറയും. ആ മെജോറിറ്റി പാർട്ടിയുടെ നമ്മൾ പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പാർലമെന്ററി പാർട്ടി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് പാർട്ടി ഒന്നുമല്ല. ഓക്കെ, പാർലമെന്റിലേക്കാണെങ്കിൽ ആ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആ പാർട്ടിയുടെ MP മാരെ വിളിക്കുന്ന പേരാണെന്ത്? പാർലമെന്ററി പാർട്ടി എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് BJP, ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയാണ്. ആ BJPയുടെ
പാർലമെന്റിലെ എല്ലാ MP-മാരെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് BJP-യുടെ പാർലമെന്ററി പാർട്ടി എന്നുള്ള പേരിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പാർലമെന്ററി പാർട്ടി അവരുടെ ഒരു ലീഡറെ ഐഡന്റിഫൈ ചെയ്യും. ആ ലീഡറാണ്, അതായത് പാർലമെന്റിൽ മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡറെ നമ്മൾ എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യും? പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഒരു സിസ്റ്റം വരുന്നത്. ആ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയിൽ എന്താവുന്നത്? ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആവുന്നത്. ഓക്കെ, നമ്മൾ പാർലമെന്ററി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല, നമ്മൾ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 2 ഹെഡുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തലവനും, 2 ഹെഡ് ഓഫ് ദി ഗവൺമെന്റും. ഓക്കെ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെന്റും. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദി ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 1 അതെന്താണ്? ശരിയാണ്. പ്രൈം മിനിസ്റ്റർ ആണ് ഗവൺമെന്റിന്റെ തലവനായിട്ട് വരുന്നത്, ഭരണത്തലവൻ, ഹെഡ് ഓഫ് ഗവൺമെന്റ്. ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഇൻ ദ ലോക്സഭ, അദ്ദേഹം ആരായിരിക്കും? മജോറിറ്റി പാർട്ടിയുടെ ലീഡർ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. മുൻപ് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നപ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ മാറി ഇപ്പൊ നമുക്ക് നീതി ആയോഗ് നിലവിൽ വന്നപ്പോഴും അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരായിരിക്കും? നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. റിക്വയർഡ് ടു ബി എ മെമ്പർ ഓഫ് ഈദർ ഹൗസ് ഓഫ് പാർലമെന്റ് അറ്റ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, 2 കാര്യങ്ങളാണ്, ടൈം ഓഫ് അപ്പോയിന്റ്മെന്റും ഓക്കെ ഈദർ ഹൗസും. അവിടെ ചെറിയൊരു നമുക്ക് ഡയറക്ട്ലി അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളാണ് രാജ്യം ഭരിക്കുന്നത്, അല്ലേ? സോ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഗവൺമെന്റ് ആർക്ക് റെസ്പോൺസിബിൾ ആണ്? ഓക്കെ, പാർലമെന്റിന് റെസ്പോൺസിബിൾ ആണ്, അല്ലേ? എസ്പെഷ്യലി ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അവിടെ ലോക്സഭയിൽ ഗവൺമെന്റിന്റെ ഓരോ ആക്ഷനും ഉത്തരം പറയണം. അപ്പൊ ശരിക്ക് നമ്മുടെ ഭരണത്തലവനായിട്ടുള്ള പ്രധാനമന്ത്രി എവിടുത്തെ അംഗമാവണം? നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എവിടുത്തെ അംഗമാവണം? ലോക്സഭയിലെ അംഗമാവണം. പക്ഷേ നമ്മുടെ ഭരണഘടന അങ്ങനെ ഒരു നിബന്ധന പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു നിബന്ധന പറയാത്തത് കൊണ്ട് തന്നെ രാജ്യസഭാ മെമ്പർക്കും ഇന്ത്യയിൽ എന്താവാൻ വേണ്ടി പറ്റും? പ്രധാനമന്ത്രി ആവാൻ വേണ്ടി പറ്റും. ലോക്സഭാ മെമ്പർ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം 2 ടേം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയപ്പോഴും അദ്ദേഹം ലോക്സഭ MP ആയിരുന്നില്ല, പകരം രാജ്യസഭ MP ആയിരുന്നു. രാജ്യസഭ MP ആയിരുന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അപ്പോൾ ഈദർ ഹൗസ് ഓഫ് പാർലമെന്റ് അത് ട്രൂ ആണ്. അറ്റ് ദ ടൈം ഓഫ് അപ്പോയിന്റ്മെന്റ് MP ആയിരിക്കണം, അത് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണെന്ന് പറയാനുള്ള കാരണം, ഓക്കെ, നിർബന്ധമൊന്നുമില്ല. 6 മാസത്തിനുള്ളിൽ പ്രൈം മിനിസ്റ്ററായി അധികാരം ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തെരഞ്ഞെടുപ്പിന് നേരിട്ട്, അതിപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ കേസിലാണെങ്കിലും മന്ത്രിമാരുടെ കേസിലാണെങ്കിലും ഭരണഘടന അങ്ങനെ ഒരു സ്പേസ് തരുന്നുണ്ട്. ചുമതലയേറ്റ് 6 മാസത്തിനുള്ളിൽ ജനങ്ങളുടെ അപ്രൂവൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 എന്താണ്? തെറ്റാണ്. 1, 2, 3 അത് 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ നമ്പർ 4 ഈസ് റോങ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി എന്നുള്ളതായിരിക്കും. ഓക്കെ,